ശിവകാർത്തികേയന്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു റൂറൽ കൊമേഴ്ഷ്യൽ ATR ചിത്രമാണ് സിയോൺ എന്ന ചിത്രം. ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഗ്രാൻഡ് വിഷ്വൽസിൽ തന്നെയാണ് ഈ ഒരു എൻറ്റയർ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രത്തിന്റെ ടീം എടുക്കാനായാലും പ്ലാൻ ചെയ്തിട്ടുള്ളത്. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫാമിലി എന്റർടൈൻമെന്റ് പ്രോമിസിംഗ് പ്രൊജക്റ്റാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രം. ഈ ഒരു പടത്തിന്റെ തമിഴ്നാട്ടിലുള്ള തിയേറ്റർ റൈറ്റ്സ് ഇപ്പോൾ പ്രൈം മാർക്ക് പ്രൊഡക്ഷൻസ് ഏകദേശം 45 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. അത്യാവശ്യം ഒരു ഹ്യൂജ് എമൗണ്ടിനാണ് ഈ ഒരു റൈറ്റ്സ് വിറ്റുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വിജയിക്കണമെങ്കിൽ ഏകദേശം 110 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ട് ചെയ്യേണ്ടി വരും. റോഷന്റെ ലീഡ് തിയേറ്റർ റിലീസ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഉയർ എന്ന ചിത്രം. ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 4 ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസിന് എത്തുന്നതാണ്. അതിന്റെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് സ്പിരിറ്റ് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ചേഞ്ച് ആകാനുള്ള ചാൻസ് ഉണ്ടോ എന്നാണ്. ഇപ്പോൾ അതിനെപ്പറ്റി ഭയങ്കര രീതിയിലുള്ള ഡിസ്കഷനും പരിപാടികളൊക്കെ തന്നെ ഇൻസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഒരു പ്രോപ്പർ അപ്ഡേറ്റ് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് കൺഫേം ആക്കിയിട്ടുള്ളത് അടുത്ത വർഷം മെയ് 5 പക്ഷേ ചിത്രത്തിന് ഇതുവരെയായിട്ട് ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളത് വെറും 40% മാത്രമാണ്. ഇനി ഏകദേശം 60% ഷൂട്ടും കൂടെ ചിത്രത്തിന് പെൻഡിങ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ മോസ്റ്റ്ലി ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം മെയ് 5 വരെയുള്ള ചാൻസ് കുറവാണ്. എങ്കിലും ചിത്രത്തിന്റെ ക്വിക്ലി ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. എങ്കിലും ഇപ്പോൾ ഇൻസൈഡ് റിപ്പോർട്ട് പ്രകാരം ചിത്രം അടുത്ത വർഷം മാർച്ച് 5 തിയേറ്റർ റിലീസിന് എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അടുത്തായി ചോദിച്ചിട്ടുള്ളത് നീക്കുമെന്ന ദിലീപേട്ടൻ ചിത്രത്തെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നാണ്. ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് അവർ സിനിമയൊക്കെ കണ്ട് ഭയങ്കര രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. മോസ്റ്റ്ലി ഈ ഒരു ക്രിസ്മസ് റിലീസാണ് ഈ ഒരു ചിത്രം ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് മോഹിനിയാട്ടം എന്ന ചിത്രത്തിൻ്റെ ഫൈനൽ കളക്ഷൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും പറയാമോ എന്നാണ്. ഇപ്പോൾ അത് ഏകദേശം ഈ ഒരു ചിത്രം എനിക്ക് തോന്നുന്നു ഏകദേശം 27 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം 40 കോടി രൂപയ്ക്ക് അടുത്തോളം കളക്ട് ചെയ്ത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമൊക്കെ തന്നെ സ്വന്തമാക്കാറുണ്ടായിരുന്നു. പിന്നെ അടുത്തായി പ്രഭാസിൻ്റെ കൽക്കി എന്ന ചിത്രത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൽക്കിയുടെ രണ്ടാം ഭാഗത്ത് ഇപ്പോൾ പ്രഭാസ് അഭിനയിക്കുന്നില്ല. ചിത്രത്തിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് കാരണം ഇപ്പോൾ ഫൗസി എന്ന ചിത്രത്തിലും സ്പിരിറ്റ് എന്ന ചിത്രത്തിലും ഇപ്പോൾ കറൻലി പ്രഭാസ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ തന്നെ കൽക്കി ഷെഡ്യൂളിലോട്ടും കൂടെ പോയാൽ അത് ഭയങ്കര രീതിയിലുള്ള ഒരു ക്ലാഷിലോട്ടായി. ഇപ്പോൾ ഫൗസിയുടെ റിലീസും സ്പിരിറ്റിൻ്റെ റിലീസും ഒഫീഷ്യലി കൺഫേം ആക്കിയ സ്ഥിതിക്കും ആ ഒരു സിനിമ രണ്ടും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമേ ഇനി കൽക്കി 2 പ്രഭാസ് ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. തമിഴിലെ കൾട്ട് ക്ലാസിക് എവർഗ്രീൻ ഡയറക്ടറാണ് മണിരത്നം ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്തൊരുക്കാൻ പോകുന്ന ചിത്രത്തിൽ മെയിൻ ലീഡിൽ എത്താൻ പോകുന്നത് വിജയ് സേതുപതി, സായി പല്ലവിയാണ്. പടത്തിന് എതിരായിട്ടും പേര് നൽകിയിട്ടില്ല. പടത്തിൻ്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ഇന്ന് കൊൽക്കത്തയിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിന് വേണ്ടി മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് AR റഹ്മാൻ ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമാണ് വാരണാസി എന്ന രാജമൗലി പടം. ഈ ഒരു പടത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാഹുബലി എന്ന ചിത്രത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു സീക്വൻസ് ആണ് ആ ഒരു ആർമി ഫൈറ്റ് സീക്വൻസ്. അതേ ലെവലിൽ വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഈ ഒരു വാരണാസി ചിത്രത്തിൽ ഇപ്പോൾ കറൻലി ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റും പരിപാടികളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന ചിത്രമാണ് രാമായണം എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങുമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചിത്രത്തിൻ്റെ ഗ്ലോബലി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് പല വലിയ കമ്പനികളും വാങ്ങിക്കുന്നുണ്ടൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ എല്ലാവരുടെയും ഒരു അപ്രൂവൽ ഇല്ലാതെ ഈ ഒരു ട്രെയിലർ പുറത്തിറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡൂംസ്ഡേയുടെ ഒക്കെ തന്നെ ട്രെയിലറൊക്കെ തന്നെ പുറത്തിറക്കിയതുകൊണ്ടൊക്കെ തന്നെ ഇനി ഉടനെ രാമായണ ചിത്രത്തിൻ്റെ അത്രയും വലിയൊരു പടമായതുകൊണ്ടൊക്കെ തന്നെ ട്രെയിലർ ഉടനെ റിലീസിന് എത്തിക്കേണ്ടെന്നുള്ളൊരു ചർച്ചയായതുകൊണ്ടൊക്കെ തന്നെ മിക്കവാറും ഒരു നെക്സ്റ്റ് വീക്കൊക്കെ തന്നെ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ഉണ്ടായിരിക്കുള്ളൂ എന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ദളപതി വിജയുടെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ജനനായകൻ എന്ന ചിത്രം. ഇപ്പോൾ തമിഴ് സിനിമയിലെ ബുക്ക് മൈ ഷോയിൽ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ നടന്നിട്ടുള്ള ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ജനനായകൻ ഇപ്പോൾ 5ാം സ്ഥാനം എത്തിയിരിക്കുകയാണ്. ഏകദേശം 6.5 ലക്ഷത്തോളം ടിക്കറ്റാണ് വിറ്റുപോയിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത് ജയിലർ എന്ന രജനീകാന്ത് പടമാണ്. അന്ന് തന്നെ ഡേ 1 ബുക്ക് മൈ ഷോ വഴി ഏകദേശം 10 ലക്ഷത്തോളം ടിക്കറ്റായിരുന്നു അന്ന് വിറ്റുപോയിട്ടുള്ളത്. ആ റെക്കോർഡ് ഇപ്പോഴും തലവരുടെ ഈ സേഫ് ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ മലയാളത്തിൽ നിന്ന് മോസ്റ്റ് ഹൈബ്രിഡ് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പടമായിരുന്നു കാട്ടാളൻ എന്ന ചിത്രം. ഈ ഒരു പടത്തിന് അന്ന് തിയേറ്ററിൽ സർവൈവിങ് സാധിച്ചില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കോ ലെവൽ പോലെ മറ്റൊരു മാർക്കോയിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ ഹിറ്റാകുമെന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇറക്കിയ പോലെയായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം കുറേ വയലൻസും കുറേ ഫൈറ്റും പിന്നെ രവി ബസൂറിൻ്റെ കുറേ മ്യൂസിക്കും കുത്തിക്കയറ്റിയ ഉടനെ ഒരു പടം തിയേറ്ററിൽ വർക്കാക്കാം എന്നുള്ളൊരു രീതിയിലോട്ട് എത്തിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ലെവലൊരു പടമായിരുന്നു എല്ലാവർക്കും തോന്നിയുകൊണ്ടായിരിക്കാം ഈ ഒരു പടത്തിൽ അന്ന് തിയേറ്ററിൽ വലിയൊരു പരാജയം തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി OTT ഇറങ്ങുമ്പോൾ ഏത് ലെവലിൽ പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ തിയേറ്റർ റിലീസിന് എത്തിയിട്ട് പോലും അമ്മാതിരി ലെവലിലുള്ള ട്രോളും പരിപാടികളൊക്കെ തന്നെ ഈ ഒരു പടത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിൻ്റെ OTT റിലീസിന് എല്ലാവരും കാത്തിരിപ്പുണ്ട്. കിട്ടില്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാനായിരിക്കാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ഇതുവരെയായിട്ട് പ്രോപ്പർലി വിറ്റുപോയിട്ടില്ല. ബട്ട് ഹൈ ചാൻസസ് കാണുന്നത് C5 തന്നെയാണ്. C5 വഴി ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസ് ഓഗസ്റ്റ് മാസം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്.
നിവിൻ്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ലൈനപ്പ് പ്രൊജക്റ്റിൽ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു സൂപ്പർ ഹീറോ കോൺസെപ്റ്റിൽ വരുന്ന മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന ചിത്രം. പടത്തിന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ അന്ന് ഭയങ്കര ഹൈപ്പും വലിയൊരു ആഘോഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നീട് ഈ ഒരു പടത്തെ പറ്റി യാതൊരു അപ്ഡേറ്റും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പടത്തിൻ്റെ ഈ ഒരു ജോണറൊക്കെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചുമായിട്ട് സിമിലറായി എത്തുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് വന്നതോടുകൂടി തന്നെ പടത്തിന് ഇപ്പോൾ ഹൈപ്പ് പതുക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വർഷം അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെയോ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങാൻ ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റായി വരുന്ന ചിത്രമായതുകൊണ്ടൊക്കെ തന്നെയാണ് ചിത്രം ലേറ്റ് ആകുന്നത്. ഇപ്പോൾ ബഡ്ജറ്റ് സെറ്റ് ആയാൽ പോലും ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിന് സെറ്റായി വരാനുണ്ട്. പിന്നെ നിവിൻ പോളി ആയാലും നല്ല രീതിയിൽ തന്നെ ഒരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു പടത്തിന് കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ചിത്രം ഒത്തുവന്ന് ഉടനെ തന്നെ സ്റ്റാർട്ടാകാൻ പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.